ശരി റിയാസ്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ മേപ്പാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്നിടത്ത് നിന്ന് മനോജ് മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ മനോജ് മാസ്റ്റർ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടോ? അവശ്യ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? എങ്ങനെയാണ് ഈ സാധനങ്ങൾ അവിടെ എത്തുന്നത്? അത് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്? ക്യാമ്പിലുള്ള പൊതുവായ ഒരു അന്തരീക്ഷം എന്താണ്? ഹലോ, ശ്രീ മനോജ് മാസ്റ്റർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ. ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള പൊതുവായ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? കൂടുതൽ സാധന സാമഗ്രികൾ അവിടേക്ക് എത്തുന്നുണ്ടോ? ആവശ്യമായത് എല്ലാം അവിടെ സൗകര്യങ്ങളും സേവനങ്ങളും ഉണ്ടോ? ഇപ്പൊ നിലവില് ദുരിതാശ്വാസ ക്യാമ്പില് ഒന്നിനും ഒരു എന്താ പറയാ ലഭ്യത കുറവില്ല. എല്ലാ സാധനങ്ങളും, അവശ്യ സാധനങ്ങളും ഒക്കെ തന്നെ എത്തുന്നുണ്ട്. മരുന്നായാലും ഭക്ഷണമായാലും എല്ലാം തന്നെ റെഡിയാണ്. പിന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ എന്താ പറയാ, അവരും അതീവ ജാഗ്രത അല്ലെങ്കിൽ ജാഗരൂകരാണ്. എല്ലാ കാര്യങ്ങളിലും ജാഗരൂകരാണ്. പിന്നെ ദുരന്തമുഖത്ത് അവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളിലെ കുറച്ച് പിള്ളേരെയും കൂടി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ മിസ്സിംഗ് ആണ്. അവരെവിടെയാണ് എന്താണ് എന്നുള്ളതൊന്നും അറിയുന്നില്ല. തിരച്ചിൽ നടക്കുന്നുണ്ട് ഊർജിതമായിട്ട്. വലിയൊരു വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും. എന്താ പറയുക, ഈ ഒട്ടനവധി കൊച്ചു കുടുംബങ്ങൾ കുട്ടികൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടോ? മാതാപിതാക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ടോ ക്യാമ്പിൽ? ക്യാമ്പിൽ ഒറ്റപ്പെട്ട കുട്ടികളില്ല. ഹോസ്പിറ്റലിനകത്ത് മാതാവും പിതാവും നഷ്ടപ്പെട്ട് ഒരു സഹോദരൻ ഉണ്ടായിരുന്ന സഹോദരൻ നഷ്ടപ്പെട്ടുള്ള ഒരു മകള് പരിക്ക് പറ്റിയിട്ട് ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാണ്. മോള് വിംസ് ഹോസ്പിറ്റലിൽ പിന്നെ അഡ്മിറ്റാണ്. മോൾക്ക് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചികിത്സയിലാണ്. ക്യാമ്പുകളിൽ അങ്ങനത്തെ ചെറിയ കുട്ടികൾ, അങ്ങനെ നഷ്ടപ്പെട്ട കുട്ടികൾ കുറവാണ്. എന്നിരുന്നാലും മക്കൾ നഷ്ടപ്പെട്ട രക്ഷിതാക്കളുണ്ട്. ഒരുപാട് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. കുട്ടികൾ മീൻസ് കുറച്ച് വലിയ പ്രായമുള്ള കുട്ടികളാണ്. ഈ ക്യാമ്പിലുള്ളവരുടെ മാനസികാവസ്ഥ എന്താണ്? അവർക്ക് ഒരുപക്ഷെ ഈ ക്യാമ്പിൽ കഴിയുന്നതോടൊപ്പം ആഹാരവും ഒരു പാർപ്പിടവും ഒരു താമസ സൗകര്യം കിട്ടുന്നു എന്നതൊഴിച്ചാൽ അവരുടെ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കുമല്ലോ. അവരെ മാനസികമായി ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ തീർച്ചയായിട്ടും അവരുടെ മാനസികമായിട്ട് അവര് ഹൃദയമിടിപ്പൊന്നു ശരിയായ ഗതിയിലാക്കാൻ അത്തരത്തിലുള്ള എന്തെങ്കിലും മാർഗങ്ങൾ അവിടെ അവലംബിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാ രീതിയിലുള്ള ഇപ്പം അങ്ങനെ എന്താ പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ വരെ നമ്മുടെ ക്യാമ്പിലുണ്ട്. കുട്ടികൾ മാനസികമായിട്ട് എന്താ പറയാ, അത്രയും സമ്മർദ്ദത്തിലുള്ള കുട്ടികളെ ആയാലും രക്ഷിതാക്കളായാലും അവരൊക്കെ പിന്നെ സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ക്യാമ്പിലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മാനസിക നില എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ പറയണ്ടല്ലോ, എന്തായിരിക്കും അവസ്ഥ. എല്ലാം നഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീട് എല്ലാം ഒലിച്ചു പോയിട്ടുള്ള ഒരവസ്ഥയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൽ അവരിങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇവരുടെ സർവ്വരേഖകളും അടക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വെറും കൈയോടെയാണ് അവർ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. അവർക്ക് വസ്ത്രങ്ങളില്ല. അവർ ഈ രാജ്യത്ത് ജനിച്ച് ജീവിച്ചവരാണ് എന്നൊരു തെളിവ് പോലുമില്ല. അത്തരത്തിൽ അവരുടെ എല്ലാ രേഖകളും കെട്ടുപാടുകളും എല്ലാം നശിച്ച ഒരു സാഹചര്യം. അത്തരത്തിൽ ഇവർക്ക് ഇപ്പോൾ പുനരധിവാസം സാധ്യമാകുമ്പോൾ അത് എത്ര നാൾക്ക് ശേഷം എന്നൊരു ചോദ്യമുണ്ട്. പലയിടത്തും സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഈ പുനരധിവാസ ക്യാമ്പുകൾ നടക്കുക. അതൊക്കെ അല്പസമയത്തിനകം, കുറച്ച് ദിവസങ്ങൾക്കകം സ്കൂൾ പ്രവർത്തനത്തിനായി വിട്ടു നൽകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് മറ്റൊരിടം കണ്ടെത്താനുള്ള സാഹചര്യമുണ്ടോ? അതോ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഒരു പുനരധിവാസം, വാടക വീടുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സാധ്യമാക്കാൻ സർക്കാർ ആലോചിക്കുമോ? രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഒക്കെ സർവകക്ഷി യോഗം ചേർന്ന് ചില ആലോചനകൾ നടത്തിയിരുന്നല്ലോ. അത് ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെതായ നടപടിക്രമങ്ങളായിട്ട് മുമ്പോട്ട് പോകുമല്ലോ. തീർച്ചയായിട്ടും അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ സർക്കാരുകളായാലും ആരായാലും ഒരു എന്താ പറയുക, അവരെ പുനരുജ്ജീവിപ്പിക്കേണ്ട ഒരു കടമ തന്നെ സമൂഹത്തിനുണ്ടല്ലോ. അതുകൊണ്ട് ആരെയും ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഇല്ല. എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട്, ഇപ്പം സാറ് ചോദിച്ചത് ഈ രേഖകളൊക്കെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഇപ്പം സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഞങ്ങൾ സ്കൂളിൽ പോയി. കുട്ടികളുടെ ആവശ്യമായ രേഖകൾ, റിട്ടയർഡ് ആയിട്ടുള്ള കുറേ, പിന്നെ അവിടെ മുമ്പേ താമസിച്ചിരുന്ന ആളുകളുടെ രേഖകളോ ഒക്കെ തന്നെ നമ്മളെ ഒഫീഷ്യൽ സംബന്ധമായിട്ടുള്ള ഒത്തിരി പേപ്പറുകൾ നമ്മൾ ഇന്നലെ സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞു. ശരി മനോജ് മാസ്റ്റർ, എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമായി പ്രവർത്തിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി, ഈ ആശുപത്രികളിൽ നിന്ന് പരിക്കേറ്റവർ ക്യാമ്പുകളിലേക്ക് നേരിട്ട് എത്തുന്നുണ്ടോ ചികിത്സ തേടിയ ശേഷം? എത്തുന്നുണ്ട്. ചികിത്സ തേടിയ ശേഷം ക്യാമ്പുകളിലേക്ക് വരുന്ന കുട്ടികളുണ്ട്, ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെ എന്താ പറയുക, പ്രാഥമിക ശുശ്രൂഷ, ഇനി അത് വലിയ ഭീകരമായ ഒരു അവസ്ഥ ഇല്ലാത്ത ആളുകളൊക്കെ തന്നെ ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുകയാണ്.
ശരി, നന്ദി താങ്കളുടെ പ്രതികരണത്തിൽ. നമുക്ക് വീണ്ടും സംസാരിക്കാം ഇക്കാര്യങ്ങളെ കുറിച്ച്.